ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നു. മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് അവരുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ ബെൻഡിക്റ്റ് പ്രയർ ഇന്ന് ഈ രാത്രിയിൽ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വചനം, ശിക്ഷണത്തിൻ്റെ ശാസനങ്ങളാകട്ടെ ജീവന്റെ മാർഗം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വചനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ഗുരുഭൂതരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ചെറിയ ശാസനകളോ ശിക്ഷണങ്ങളോ ലഭിക്കുമ്പോൾ ഇന്നത് ഉൾക്കൊള്ളാൻ പറ്റാതെ മാതാപിതാക്കൾക്കും നമുക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചില പോരായ്മകൾ ഉൾക്കൊള്ളാൻ പറ്റാതെ മക്കൾക്കും ചില ശാസനകളോ ഉപദേശങ്ങളോ സ്വീകരിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥത ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു അസ്വസ്ഥതകൾ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഉപദേശങ്ങളോ ഏതെങ്കിലും ചെറിയ ശിക്ഷണങ്ങളോ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അത് മാനസികമായി വലിയ രീതിയിൽ അത് പൊട്ടിത്തെറിയുടെ മനോഭാവത്തിലേക്ക് എത്തുന്ന മക്കളുണ്ട്. അവിടെ അനുഗ്രഹത്തെ ബാധിക്കുന്നുണ്ട്. അനുഗ്രഹിക്കുവാൻ വേണ്ടി നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് ഉപദേശം കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റാത്ത മക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എളിമയുടെ ഒരു മനോഭാവം നിറയുവാൻ, ഗുരുഭൂതരോടും മുതിർന്നവരോടൊക്കെയുള്ള ഒരു വിധേയത്വം നിറയുവാൻ, വിനയത്തിൻ്റെ ഒരു ശീലം ഉണ്ടാകുവാൻ, പറയുന്നത് കേൾക്കുവാനും അത് സ്വാംശീകരിച്ച് അതിൽ നിന്ന് നന്മ സ്വീകരിക്കുവാനുള്ള ഒരു ദൈവിക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതൊരു ജീവൻ്റെ മാർഗ്ഗമാണ്. തങ്ങളെ അനുഗ്രഹത്തിലേക്ക് പോകുവാനുള്ള വഴിയാണ്, തിരുത്തപ്പെടുവാനുള്ള മാർഗ്ഗമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചൂണ്ടിക്കാഴ്ച മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഉൾക്കാഴ്ച മക്കളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയും അങ്ങനെ ആ ഒരു മുതിർന്നവരുടെയും അധ്യാപകരുടെയും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും ഈ ശിക്ഷണങ്ങളും ശാസനകളും ഒക്കെ ജീവൻ്റെ മാർഗമായി അനുഗ്രഹത്തിൻ്റെ പാതയായി സ്വീകരിച്ചുകൊണ്ട് തിരുത്തപ്പെടലിൻ്റെയും എളിമപ്പെടലിൻ്റെയും ഒരു താഴ്ത്തപ്പെടലിൻ്റെയും മനോഭാവം നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ. ജീവിതം ക്രമീകരിക്കപ്പെടട്ടെ. അങ്ങനെ എല്ലാ മേഖലകളിലും മക്കളായിരിക്കുന്ന അവസ്ഥയിൽ അനുഗ്രഹമാവുകയും ചെയ്യട്ടെ. ആമേൻ. സുഭാഷിതങ്ങൾ 6:23 ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗം. ഈ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളുടെ അധ്യാപകരുടെയും ഗുരുഭൂതരുടെയും ശിക്ഷണ ശാസ്ത്രങ്ങൾ സ്വീകരിച്ച് ഉപദേശത്താൽ വളർന്ന് വിവേകമുള്ള മക്കളാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി നല്ല വഴികൾ തിരഞ്ഞെടുക്കുവാനും ജീവൻ്റെ മാർഗം മുൻനിർത്തി ജീവിക്കുവാനും കൃപാവരം നിറയട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.